2 ചെറിയ കഷ്ണം ചേമ്പ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തതിന് ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന 2 ചുള കുടംപുളിയാണ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് സമയം നമുക്ക് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചേമ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. ആ സമയം കൊണ്ട് നമുക്കൊരു ചെറിയ തേങ്ങയുടെ അരമുറി, അതുപോലെ കുറച്ച് ജീരകം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ ഇവിടെ ചേമ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഇളക്കി പൊടിക്കുകയൊന്നും വേണ്ട. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ നാടൻ കറികളൊക്കെ ഇതുപോലെ ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. തിള വന്നപ്പോഴേക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള നാടൻ ചേമ്പ് കറി ഇതാ റെഡി ആയിട്ടുണ്ടേ.